ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ വേവിച്ച വൻപയറും കൂടി ചേർത്തുള്ള ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു ചാറ് കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വഴുതനങ്ങ മത്തങ്ങയാണ്, രണ്ടും കഷ്ണങ്ങളാക്കിയത് ചേർത്തു. നിങ്ങളുടെ കയ്യിൽ വെണ്ടയ്ക്ക, മാങ്ങ, വാഴയ്ക്ക, ഈ ഏത് വെജിറ്റബിൾസിൻ്റെ കഷ്ണം കൊണ്ടോ അത് ചേർക്കാം. മാങ്ങ ചേർക്കണമെങ്കിൽ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായുള്ളൂ. അപ്പോൾ അത് വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഞാൻ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചു. അപ്പോൾ പെട്ടെന്ന് വെന്ത് കഴിയും ഈ വെജിറ്റബിൾസ്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ തേങ്ങയിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് അരച്ചതും കുറച്ച് വാളംപുളിയുടെ വെള്ളം ചേർത്തു. അപ്പോൾ ചാറ് കറി ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒന്നുകൂടി തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ആ പുളിയുടെ പച്ചമണമൊക്കെ മാറി കറി പാകമായി കഴിഞ്ഞതും ലാസ്റ്റ് കടുക് വറുത്ത് ചേർക്കുക. വെളിച്ചെണ്ണയിൽ കടുകും ഉണക്കമുളകും കരിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മൊരിച്ച് വറുത്ത് ചേർക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഓക്കേ.